ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. 2025 വേണ്ടിയിട്ടുള്ള പ്ലാനറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജാനുവരി മാസത്തെ പ്ലാനറാണ് ഇന്ന് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് ഞാൻ ഈ ഒരു ബുക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തതാണ്. ഈ ഒരു ബുക്കിൻ്റെ പേരാണ് ഗ്രിഡ് നോട്ട് ബുക്ക്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ ഉള്ളിലെ പേജസിൽ കുറേ ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ കുത്തുകളുള്ളതുകൊണ്ട് തന്നെ വരയ്ക്കാനൊക്കെ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക്. പക്ഷേ ഇങ്ങനത്തെ ബുക്ക് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ പുസ്തകത്തിലും ഇതുപോലെ തന്നെ പ്ലാനർ വരയ്ക്കാം. പിന്നെ ഇങ്ങനത്തെ പുസ്തകം വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 150 രൂപ ആ റേഞ്ചിലൊക്കെയാണ് ഇങ്ങനത്തെ പുസ്തകങ്ങളുടെ വില വരുന്നത്. A5 എന്ന് പറഞ്ഞിട്ടുള്ള സൈസിലാണ് ബുക്ക് വരുന്നത്. അതായത് സാധാരണ നോട്ട് ബുക്കിനെക്കാട്ടും കുറച്ച് ചെറുതായിരിക്കും ഈ ബുക്കുകൾ. ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു ബുക്ക് മതിയാവും. നമ്മൾ എഴുതുന്നത് അനുസരിച്ചിരിക്കും നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് പേജ് റെഡിയാക്കാണ്. ആദ്യത്തെ പേജിൽ ഈ പ്രാവശ്യം നമ്മൾ ബുള്ളറ്റ് ജേണൽ 2025 എന്ന് എഴുതിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. കാരണം നമ്മൾ പുതിയൊരു ബുക്കാണല്ലോ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത പേജോട്ടാണ് ജാനുവരി മാസത്തേക്കുള്ള പ്ലാനർ നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മളിപ്പോൾ ഇതുപോലെ പ്ലാനർ വരയ്ക്കാനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ഒരുപാട് പേര് 3 വർഷമായിട്ട് ഇതുപോലെ തന്നെ പ്ലാനർ വരയ്ക്കുന്നത് ഫോളോ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല ഒരുപാട് പേര് നമുക്ക് പിക്ചേഴ്സ് വായിച്ച് തരാറുണ്ട് പ്ലാനർ വരച്ചതിൻ്റെ. അപ്പോൾ നിങ്ങളിതുപോലെ എല്ലാ മാസവും പ്ലാനർ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പിക്ചേഴ്സ് അയച്ചു തരിക. മലയാളി momcrafts@gmail.com എന്ന് പറഞ്ഞ മെയിൽ ID-യിലോട്ട് മാക്സിമം 6 പിക്ചേഴ്സ് നിങ്ങളുടെ പേര് സഹിതം അയച്ചു തരാം. നമ്മുടെ ചാനൽ കണ്ടിട്ട് ചെയ്യുന്ന ക്രാഫ്റ്റുകളുടെ പിക്ചേഴ്സും നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ വരുന്ന മാസത്തിലെ പ്ലാനറിൻ്റെ വീഡിയോയിൽ ആ പിക്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തും നിങ്ങളുടെ പേര് സഹിതം. അപ്പോൾ ഈ മാസത്തിൽ നമ്മൾ കഴിഞ്ഞ മാസം നമ്മുടെ കൂട്ടുകാർ അയച്ചു തന്ന എല്ലാ പിക്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ നമ്മുടെ പ്ലാനറിൻ്റെ ഫസ്റ്റ് പേജ് നമ്മൾ ഏകദേശം വരച്ച് ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കളറിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ ജാനുവരി മാസത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന തീമിൻ്റെ പേരാണ് ലൈറ്റ്. അപ്പോൾ നമുക്ക് പല വ്യത്യസ്തമായ ആശയങ്ങളിൽ ഓരോ മാസത്തെയും പ്ലാനർ വരയ്ക്കാം. ഇനി ആശയം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് പേര് എഴുതി നമുക്ക് നോർമലായിട്ടും ഒരു പ്ലാനർ തയ്യാറാക്കാം. ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടാനാണ് നമ്മളിങ്ങനെ ഒരു തീമൊക്കെ എടുത്തിട്ട് ഓരോ മാസവും പല പല വ്യത്യസ്തമായ രീതിയിൽ വരയ്ക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ലൈറ്റ് എന്ന് പറഞ്ഞ തീം എടുത്തുകൊണ്ട് തന്നെ ഫസ്റ്റ് പേജ്, അതായത് തീം പേജ് എന്ന് പറയുന്ന ഈ പേജിന് ആ പേജിൽ നമ്മൾ കുറേ ബൾബുകൾ പല ഡിസൈനിലുള്ളതാണ് വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ജാനുവരി എന്നതിൻ്റെ തൊട്ട് താഴെ എഴുതി അതിൻ്റെ താഴെ ഒരു കോട്ട്, ലൈറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കോട്ട്, ഒരു വാചകം നമുക്ക് എഴുതാം. ഇറ്റ്സ് എ ഡാർക്ക് വേൾഡ്, ബി ദ ലൈറ്റ് എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇരുട്ട് പിടിച്ച ഈ ലോകത്തിൽ നമ്മളൊരു വെളിച്ചമായി മാറട്ടെ എന്ന് നമ്മളോട് തന്നെ നമ്മൾ സ്വയം പറയുന്നൊരു വാചകമാണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതായും കണക്കാക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വാചകം നമ്മൾ ഏത് തീമാണ് എടുക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സാണ് നമ്മൾ എടുത്തിരുന്നുണ്ടെങ്കിൽ കുറേ ഫ്ലവേഴ്സ് വരയ്ക്കുക, ജാനുവരി എന്ന് എഴുതാം. അതിൻ്റെ താഴെ ഫ്ലവേഴ്സുമായി ബന്ധപ്പെട്ടൊരു വാചകം നമുക്ക് എഴുതാം. നമ്മുടെ ലൈഫുമായി റിലേറ്റഡ് ആക്കിയിട്ടൊരു വാചകവും നമുക്ക് എഴുതി കൊടുക്കാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ബുക്കിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഞാൻ സാധാരണ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ജെൽ പെന്നാണ്, ഇല്ലെങ്കിൽ ബ്ലാക്ക് CD മാർക്കർ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ബോർഡറൊക്കെ കൊടുക്കുന്നത്. പിന്നെ വലിയതായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്കർ ഉപയോഗിക്കാറുണ്ട്. ഞാൻ പെൻസിൽ വെച്ച് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് മുഴുവനായിട്ട് വരയ്ക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ പെൻസിൽ കൊണ്ട് വരയ്ക്കാതെ ഭയങ്കര പെട്ടെന്ന് ഒറ്റ ഇതിന് നന്നായിട്ട് വരയ്ക്കാനൊന്നും എനിക്കത്ര അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ വീഡിയോ ചെയ്യണോണ്ടാണ്. നിങ്ങൾ ജസ്റ്റ് നോർമലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ബൾബിൻ്റെയും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ കളറിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കളർ തീമാണ് യെല്ലോ, ഓറഞ്ച്, അതുപോലെ ലൈറ്റ് ഒരു യെല്ലോ കളറും കൂടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്ലാനർ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ 1-2 കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു കളേഴ്സ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇനി നിങ്ങൾക്ക് റെയിൻബോ പോലെ പല വ്യത്യസ്തമായ കളേഴ്സാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേജ് കളറിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പേജും കൂടി കളർ ചെയ്തു. അതോടൊപ്പം തന്നെ ജാനുവരിയുടെ ഫസ്റ്റ് പേജും കളർ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഞാൻ യെല്ലോ തന്നെയാണ് കളർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. അടുത്തൊരു പേജിൽ ഞാനൊരു ബൾബിൻ്റെ പടം വരച്ചിട്ട് അതിനുള്ളിൽ കുറച്ച് പൂക്കളുടെ ഡിസൈനൊക്കെ വരച്ചു കൊടുത്തു. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. ഞാൻ ആ ഒരു പേജിൽ അങ്ങനെ ഒരു വാചകം, ഒരു കോട്ട് എഴുതുന്നുണ്ട്. പിന്നെ ഇങ്ങനൊരു പിക്ചറും വരയ്ക്കുന്നുണ്ട്, അത് കളർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു 3 വാചകങ്ങളാണ് മൊത്തത്തിൽ ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത്. ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ, നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം നന്നായി പ്രകാശിക്കട്ടെ എന്നാണ് പറയണത്. പിന്നെ ഫോക്കസ് ഓൺ ദ ഗുഡ്, നല്ലതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
സ്റ്റേ പോസിറ്റീവ്, ബി ദ ലൈറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കുക, നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായിട്ട് മാറുക എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്ന കോട്ട്സ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കോട്ട്സ് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നും. അപ്പോൾ എന്തായാലും നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ടും അതിൽ പെൻസിൽ കൊണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു മുഴുവൻ മാച്ച് കളയണം, അല്ലെങ്കിൽ അത് അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് മാച്ച ശേഷം നമ്മളൊന്ന് കളർ ചെയ്യുകയും കൂടി ചെയ്തു. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പേജിന് പേര് കൊടുത്തിരിക്കുന്നത് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. ആ ഒരു പേജിൽ നമ്മൾ ആ മാസത്തെ കലണ്ടർ ഫുള്ളായിട്ടും വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 പേജായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കലണ്ടർ വരയ്ക്കാം വലുതാക്കിയിട്ട്. പക്ഷേ എനിക്ക് പേജ് വെറുതെ കുറേ വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ടാണ് ഞാൻ ഒറ്റ പേജിൽ തന്നെയാണ് മുഴുവനായിട്ടും വരയ്ക്കുന്നത്. നമ്മൾ ജാനുവരി മാസത്തെ കലണ്ടർ എടുത്ത് നോക്കി കൃത്യമായിട്ട് അത് എഴുതിയെടുക്കുക. ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. കാരണം എനിക്ക് അബദ്ധം പറ്റും, വീഡിയോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധക്കുറവ് വരുമ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനിനി കലണ്ടർ ഫുള്ളായിട്ടും വരയ്ക്കണം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ കലണ്ടർ ഒന്ന് എടുത്ത് റെഫർ ചെയ്തോളൂ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. ഇനി ഞാനതിൽ ഫുള്ളായിട്ടും കളറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ആ ഒരു കലണ്ടറിൻ്റെ തൊട്ട് താഴെയും കൂടിയിട്ട് ഞാനൊരു കോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ നമുക്കിതുപോലെ കോട്ട്സൊക്കെ എഴുതി വയ്ക്കാം. ഈ കലണ്ടറിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ആ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഓരോ ബോക്സസ് ഒത്തിരി വലുതാക്കിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എഴുതുന്ന സമയത്തൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. കലണ്ടറിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന കോട്ട് ഇതാണ്: ഹാപ്പിനെസ് ക്യാൻ ബി എ ഫ്രണ്ട് ഇൻ ദ ഡാർക്കസ്റ്റ് ഓഫ് ടൈംസ് ഇഫ് വൺ ഓൺലി റിമെമ്പർ ടു ടേൺ ഓൺ ദ ലൈറ്റ്. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പേജ് എടുക്കാം. അടുത്ത പേജിൽ നമ്മൾ വീണ്ടും ഒരു പടമാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് ഒരു കോട്ട് കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പിക്ചറും കോട്ടും വരയ്ക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ കളർ ഉപയോഗിച്ചിട്ട് വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ ഒരുപാടൊക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പം അപ്പുറത്തെ പേജിലേക്ക് സ്പ്രെഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെന്ന് ഉപയോഗിച്ചിട്ട് പരമാവധി എഴുതുകയാണ്. പിന്നെ ചെറുതായിട്ടൊരു കളറിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേറെ എന്തെങ്കിലും പേജ് ആക്കണമെങ്കിൽ ആക്കാം. എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പേജും കൂടി ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ അടുത്തത് ഇതേ വേറെ ഒരു ബൾബ് പോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ട് വേറെ ഒരു പടമാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു കോട്ടും കൂടി എഴുതിയിട്ടുണ്ട്: നത്തിങ് ക്യാൻ ഡിം ദ ലൈറ്റ് ദാറ്റ് ഷൈൻസ് ഫ്രം യു. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം വേറെ ആർക്കും കളയാനായിട്ട് സാധിക്കില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ബീയിങ് യു ഈസ് യുവർ പവർ, അതായത് നിങ്ങളായിട്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ശക്തി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന നല്ല നല്ല കോട്ട്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് വരച്ച ശേഷം ഇതും കൂടി കളർ ചെയ്യാണ്. ഇനി നമ്മുടെ അടുത്തൊരു പേജാണ് മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജ്. ഇതിൽ നമ്മുടെ ഫീലിങ്സ് മാർക്ക് ചെയ്യാനുള്ളൊരു പേജാണ്. അതായത് ഒരു ദിവസം നമുക്ക് സന്തോഷമായിരുന്നോ, സങ്കടമായിരുന്നോ, ബോറിംഗ് ആയിരുന്നോ എന്നൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിനായിട്ട് നമ്മളിതേ 3 കളേഴ്സാണ് തീരുമാനിച്ചിരിക്കുന്നത്: ഓറഞ്ചും യെല്ലോ, പിന്നെ ഒരു ലൈറ്റ് ഒരു യെല്ലോ കളർ പോലെ. അപ്പോൾ ഓരോ കളറുകൾ അനുസരിച്ചിരിക്കും നമ്മുടെ ഒരു മൂഡ്. അതായത് അവിടെ നിങ്ങൾക്ക് കാണാം 3 ഇമോജീസ് നമ്മൾ വരച്ചിട്ടുണ്ട്: ചിരിക്കുന്നതും, സങ്കടമായിട്ടിരിക്കുന്നതും, ബോറടിച്ചിരിക്കുന്നതും അല്ലേ. അപ്പോൾ നമ്മുടെ ഓരോ ദിവസവും മാർക്ക് ചെയ്യാനായിട്ട് നമ്മളിതേ 30 ബൾബുകളാണ് നമ്മൾ വരച്ചു കൊടുക്കണത്. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന തീം ബൾബാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഫ്ലവർ എന്ന് പറഞ്ഞ തീം എടുത്തു വെച്ചാൽ 30 ഫ്ലവർ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 31 ഫ്ലവർ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ കുറേ ബൾബുകൾ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാത്തിലും ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡേറ്റിലും നമ്മുടെ മൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കളർ നമ്മളവിടെ കളർ ചെയ്യുക. അപ്പോൾ മുകളിൽ നോക്കിയിരിക്കുന്ന ആ കളർ ഉണ്ടല്ലോ, ആ കളർ നോക്കിയിട്ട് നമ്മുടെ മൂഡ് എങ്ങനെയാണ് അത് കളർ ചെയ്യുക. അതാണ് അത്രേ ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. സിമ്പിളായിട്ടുള്ളൊരു പേജാണ്. ലാസ്റ്റ് ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം അത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഈ പ്ലാനർ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ 31 ബൾബുകളാണ് വരയ്ക്കുന്നത്. 30 അല്ല, 31 ബൾബുകൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇത് ഉപയോഗിക്കാം. ഇനി അടുത്ത പേജിൻ്റെ പേരാണ് ടു ഡു ലിസ്റ്റ്. ഇതാണ് ഇതിൽ ഏറ്റവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പേജ് എന്ന് പറയാം. കാരണം ഇതിനാണ് നമ്മൾ മെയിനായിട്ടും ഈ പ്ലാനർ വരയ്ക്കുന്നത്. അതായത് ഓരോ ദിവസത്തെ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനുള്ള ഒരു പേജ്. അപ്പോൾ ഓരോ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബോക്സ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിൽ നമുക്ക് ദിവസവും തീയതിയും എഴുതാം. അപ്പോൾ ഇതിൽ എത്രത്തോളം വലിയ ബോക്സ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കാം. നമ്മൾ കുറേ എഴുതുന്നവരാണെങ്കിൽ വലിയ ബോക്സ് വരയ്ക്കാം, കുറച്ച് എഴുതണമെങ്കിൽ ചെറുതായിട്ട് വരച്ചാൽ മതി. പിന്നെ നമ്മൾ ഡേറ്റും അതുപോലെ തന്നെ ദിവസവും എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചിലർ പ്രോപ്പറായിട്ട് പ്ലാനർ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങളിതൊന്നും എഴുതണ്ട. നിങ്ങൾ എഴുതുന്ന ദിവസം ആ ദിവസവും ആ ഡേറ്റും എഴുതിയാൽ മതി എനിക്ക് തോന്നുന്നു. ഇനി കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെന്ന് ഉപയോഗിച്ച് ദിവസവും ഇതൊക്കെ എഴുതാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എഴുതിയില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വെട്ടി തിരുത്തി പിന്നെ പേജൊക്കെ വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആവശ്യം അനുസരിച്ച് എഴുതിക്കോളാം. അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന തീം എന്താണ്? ബൾബാണല്ലോ നമ്മൾ എടുത്തത്. അപ്പോൾ കുറേ ബൾബും കൂടി അതിൻ്റെ ചുറ്റും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പ്ലാനർ ഫുള്ളായിട്ടൊന്ന് കാണാം.
ഒരു പ്ലാനർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഫസ്റ്റ് ഡേ എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ജാനുവരിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓർമ്മയുള്ളതൊക്കെ എഴുതി വെക്കുക അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 1-ാം തീയതി ന്യൂ ഇയർ ആണ്, ഇനിയിപ്പോൾ സൺഡേ വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ ആരുടെയെങ്കിലും ബർത്ത്ഡേസോ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാം. എക്സാം വരുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. എന്തെങ്കിലും പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ എന്ത് കാര്യങ്ങളും കലണ്ടറിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക ആദ്യമേ തന്നെ. പിന്നെ പുതിയത് വരുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അറിയുന്നതെല്ലാം ആദ്യം തന്നെ എഴുതി വെക്കുക. അടുത്ത പേജ് പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന പേജാണ് ഈ ഒരു മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജ്. ഇതെന്താ ചെയ്യേണ്ടത്? അപ്പോൾ 1-ാം തീയതി നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസമാണെങ്കിൽ ഓറഞ്ച് കളറാണ് നമ്മൾ അടിക്കുന്നത്. കാരണം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ചിരിച്ചിരിക്കുന്ന മുഖത്തിൻ്റെ നേരെ ഓറഞ്ച് കളർ. ഇനി സങ്കടമാണെങ്കിൽ യെല്ലോ കളറ്. ഇനി ഒരു ബോറിംഗ് ഡേ ആയിരുന്നെങ്കിൽ ലൈറ്റ് യെല്ലോ കളറാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കളറുകൾ ഓരോ ദിവസവും നമ്മൾ കളർ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ആ മാസത്തിൻ്റെ അവസാനം നോക്കുമ്പോൾ പല വ്യത്യസ്തമായ കളറിലുള്ളൊരു പേജായിരിക്കും നമുക്ക് കാണാൻ കിട്ടുക. ഇനി അടുത്ത പേജ് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞ പേജാണ്. ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന ഒരു പേജാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് പഠിക്കാനുള്ളതുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠനം പ്ലാൻ ചെയ്യണമെങ്കിൽ എന്തും ആവാം, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ളൊരു സെക്ഷനാണ് ടു ഡു ലിസ്റ്റ്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചുതന്ന പിക്ചേഴ്സ് നമുക്ക് കാണാം. സൽന ഡിസംബർ പ്ലാനറാണ് ചെയ്തിരിക്കുന്നത്. സ്വാതിക VS നമ്മുടെ ഡിസംബർ പ്ലാൻ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ആരാധന A, ദേവതീർത്ഥ C, മീനാക്ഷി PV, ഋതുപർണ, ദേവലക്ഷ്മി TS, ദേവതീർത്ഥ C, സഹാന, സ്വാതി സുജിത്. അപ്പോൾ ഇത്രയും പേരാണ് നമുക്ക് വേണ്ടി പിക്ചേഴ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്ലാനറൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരണം. എനിക്ക് എല്ലാവരുടെ പിക്ചേഴ്സ് കാണാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.